ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ. അവിവാഹിത പട്ടക്കാരനായിട്ട് താമസിക്കുന്നു. ബാക്കി എല്ലാവരും കുടുംബവും. പശ്ചാത്തലങ്ങൾ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങൾ 4-5 അച്ഛന്മാരുണ്ട്. ചേച്ചിന്ന് വിളിച്ചിരുന്ന പലരും ഇപ്പം പേര് വിളിക്കുന്നു. ഗ്രൂപ്പൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പേര് മിനി, മൂക്ക് മിനിന്ന് എന്റെ ശത്രുക്കൾ എന്നെ വിളിക്കും. മലയാളം പറഞ്ഞാൽ തമിഴ് വരുന്നുണ്ട്, എല്ലാവരും എന്നെ പാണ്ടിച്ചിന്നാ വിളിക്കുന്നത്. ഗ്രൂപ്പിലെ ഒരു കോമാളിയുടെ വേഷം ഞാൻ സ്വയം ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോവുക. 10യിൽ പഠിച്ചു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായം 14, 15, 16 ഒക്കെയാണ്. ശരിയല്ലേ? യെസ്, വല്യമ്മച്ചിമാരായി, എന്നിട്ടും 16 ആകാനുള്ള ഒരു കൊതിയുണ്ട്. 1987 കാലഘട്ടത്തിൽ വെട്ടിക്കവല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായവരുടെ കൂട്ടായ്മയാണ് സ്മൃതി @87 എന്ന നാമകരണത്തിൽ ഇന്നിവിടെ കൂടിച്ചേർന്നത്. 39 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഞങ്ങൾ കൂടിച്ചേരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. 2025 ഡിസംബർ 22-ാം തീയതി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയെ ബേസ് ചെയ്താണ് ഇത്തരത്തിലുള്ള ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. നമ്മളെന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് അത്. ആൾട്ടർനേറ്റീവായിട്ട് ഒരു ലേഡി, ഒരാള്, ആ ഒരു ക്രമത്തിലാണ്. രാജേഷ് പറഞ്ഞു, അത് രവിയാണ് ആദ്യം. രവിയെ സ്വാഗതം ചെയ്തു. 1 മിനിറ്റ് ഇല്ലെങ്കിൽ 2 മിനിറ്റ് പരമാവധി, കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഓർമ്മ നമ്മൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എല്ലാ സെൽഫ് ഇൻട്രൊഡ്യൂസ്, നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തി എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. 2 വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ സുഹൃത്ത് സജി ചേരൂരിനെ വിളിക്കുന്നു. അദ്ദേഹം. എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. ഞാൻ പല പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരു 10-15 കൊണ്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോലും കഴിയാത്ത, അതുകൊണ്ട് എനിക്ക് വെട്ടിക്കലായിട്ട് പോലെ ടച്ചില്ല. പക്ഷേ ഇതിന് ആദ്യം മുൻകൈ എടുത്ത നമ്മുടെ പ്രമോദം, അവൻ്റെ ഇരട്ടപ്പേരുണ്ട്. ഇപ്പം അവനെ പറഞ്ഞപ്പിക്കാറും ഈ നമ്മുടെ 39-40 വർഷത്തെ സൗഹൃദം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആലോചിക്കുമായിരുന്നു. ഇവിടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നു. ഈ യാത്രയിൽ തന്നെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അറിയാൻ നോക്കുമോ? ഇതിൽ കൂടുതൽ വലിയൊരു സംഭവം ഉണ്ടോ? 40 വർഷത്തെ സൗഹൃദം, പല സൗഹൃദങ്ങൾ. ഞാൻ പിന്നെ എന്നെ മാത്യുവാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചത്. പിന്നെ ഗണേശനെ പിന്നെ പോലീസായിട്ട് കൂടെ അവിടെ കോടതിയിലൂടെ ഒരുവനെ കണ്ടിട്ടുണ്ട്. ഈ അച്ഛനെ ഒന്നും കണ്ട് പരിചയമില്ല. കോശി തെക്കേക്കര അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുക. അവയെല്ലാം ഉരുണ്ടിരിക്കുക. അന്നും അവർ വെള്ളം മുണ്ടുമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉരുണ്ടാകുമ്പോൾ അന്നും ഭയങ്കര ജാടയാ. ഇന്നും അതുപോലെ തന്നെ. ഇപ്പൊ ജാടയില്ല. മാത്യൂസ് ആണെങ്കിലേ അവൻ ഹിപ്പി മുടിയാ. ഇപ്പൊ നേരത്തെ അവൻ ഇതിനേക്കാളും വളർന്നത്. ഇപ്പൊ അവൻ ചെറുതായി വന്നു. ഇവനൊക്കെ രാജേഷിന്റെ സ്ഥിരം കാണും. രാജേഷ് രാഷ്ട്രീയത്തിലായതുകൊണ്ട് നമ്മളും രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായതുകൊണ്ട് അവനെ സ്ഥിരമായിട്ട് കാണും. സുരേഷ് ബാബുവിനെ അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുക. ശകലം ക്ഷീണിച്ചോ എന്ന് മാത്രം പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനെ അറിയാം. പിന്നെ സജുവിന് അന്ന് നല്ല മുടി ഉണ്ടായിരുന്നു. നല്ല ഹിപ്പി മുടിയായിരുന്നു. അപ്പൊ മുടിയൊക്കെ കൊഴിഞ്ഞു. പിന്നെ അപ്പു, സന്തോഷ്, നമ്മുടെ വില്ലൂർ സന്തോഷ് നമ്മുടെ കൂട്ടുകാരനാണ്. പഞ്ചായത്ത് മെമ്പർ 3 വട്ടം വില്ലൂര്, 3-4 വട്ടം വില്ലൂര് ആയിട്ട് പ്രധാനം ചെയ്ത ആളാണ്. ജേക്കബ് എത്തിയിരിക്കുവാണ്. ആടിന് സുഖമുണ്ടോ? ജേക്കബ്? ഇങ്ങനെയൊക്കെയാണ്. ഞാനിപ്പം ഈ ആരെയൊക്കെ ഒത്തിരി പേരെയൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ട്. പേരുകൾ ഷീജ അറിയാം. ഷീജ നാണു സാർ അല്ലല്ലോ, അത് തന്നെ അറിയാം. അമ്മ മാതാ ഗുരുപ്രിയ ഞാൻ പല ഫംഗ്ഷനും കണ്ടിട്ടുണ്ട്. ലേഖ ഒരു ദിവസം ഞങ്ങളുടെ അടുത്താണ്ട് ഫോട്ടോ ഇട്ട് തരാൻ മൊത്തത്തിൽ ഫോട്ടോ ഇട്ട് ഞാൻ കണ്ടു. പിന്നെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സൂസമ്മ CD കുഴപ്പമൊന്നുമില്ല, CD തന്നെ, CD. പിന്നെ മറ്റേ അപ്പുറത്ത് നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയൊക്കെ എല്ലാ ദിവസവും കണ്ടു. തൃക്കണമംഗലൊക്കെ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. കണ്ടിട്ടുണ്ട്, കുറച്ച് പേരെ കണ്ട്. ഉണ്ട്. എൻ്റെ പേര് സജി ചേരൂർ എന്നാണ്. അന്നും വല്ലാണ്ട് രക്ഷപ്പെട്ടൊന്നുമില്ല. വെട്ടിക്കൽ സ്കൂളിൽ പഠിച്ചു പോയി. പ്രീഡിഗ്രി പഠിച്ചു. പ്രീഡിഗ്രി സൈഡ് ഞാൻ ഡൽഹിയിൽ പോയി 6 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ചില തരിയുടെ പരിപാടികളൊക്കെ നടക്കുന്നു, അത്രേ ഉള്ളൂ. ചില ജനസേവനം, ചെറിയ പത്രം, പാല്, അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടിയായിട്ടൊക്കെ നടക്കുന്നതേ ഉള്ളൂ. രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ചെറിയൊരു മാധ്യമ പ്രവർത്തനം, വാർത്തയൊക്കെ വരും വല്ലപ്പോഴും ഒക്കെ, അത്രയും ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, ഈ ഒരു ഫംഗ്ഷന് എന്നെ വിളിച്ചെന്നല്ല, ഒരു വലിയൊരു അനുഗ്രഹീത
ഫംഗ്ഷനാണ്. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ ഒക്കാത്ത ഒരു ഫംഗ്ഷനാണ്. 40 വർഷത്തെ സൗഹൃദം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേരും എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പിൽ തുടക്കം തൊട്ട് ഇപ്പോൾ അവസാനം കയറിയവർക്ക് വരെ എൻ്റെ പേര് ജേക്കബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ആടും പ്ലാവിലെയും കൊണ്ട് ആ ഗ്രൂപ്പ് നിറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് ചെറിയ ചെറിയ കുറച്ച് ജോലികൾ ഒക്കെ ചെയ്ത് മാറി മാറി വന്നിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ അൺകണ്ടീഷണലായിട്ടൊരു സ്നേഹം കിട്ടുന്ന ജീവികളെന്ന നിലയ്ക്ക് ആടുകളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നു. അത് പിന്നെ നമ്മൾ ഗ്രൂപ്പ് മുന്നോട്ട് ഒരു തമാശയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് എടുത്തിടും. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എവിടെയെങ്കിലും ആടിനെയും പ്ലാവിലെയും കണ്ട എന്നെ ഓർക്കുന്നുണ്ട്. ഹൗസ് വൈഫ് BSc നേഴ്സായിരുന്നു, ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇളയ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ ഗ്രൂപ്പിൽ കൂടെ പറഞ്ഞിനി ഒന്നും പറയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. വില്ലൂർ സ്വദേശിയാണ്. ഇപ്പോൾ കാവൽപുര ദേശത്ത് താമസിക്കുന്നു. ഞാൻ 2007 മുതൽ പ്രവാസ ജീവിതത്തിലാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എന്നെ അതിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഇന്നും ഞാൻ സജീവമായി അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5-ാം തീയതി നടക്കുന്ന റീയൂണിയനിൽ പങ്കെടുക്കണമെന്ന് കോശിയും റെജിക്കുട്ടി, പ്രമോദ് ഇവരെല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനും എത്തിച്ചേർന്നു. എന്തായാലും എല്ലാവരെയും കാണുവാനും മുൻ പരിചയം ഇല്ലാത്തവരെ ഇപ്പോൾ കണ്ട് പരിചയപ്പെടാനും എല്ലാം സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോള്, അവൾ ലാസ്റ്റ് ഇയർ നേഴ്സിംഗ് മാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് മകനാണ്. അവൻ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലുണ്ട്. അടുത്ത പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ഇതൊക്കെയാണ് എൻ്റെ ജീവിത കഥ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാലി സജി. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കുണ്ട്രയാണ്. ഞാൻ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. എനിക്കൊരു മകനാണുള്ളത്. മോനിപ്പോൾ മെഡിസിൻ കഴിഞ്ഞിട്ട് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ എൻ്റെ സഹോദരി 2 പേരുണ്ട്. സജു, പൊടിച്ചമ്മ, ഞാൻ കണ്ടില്ല. അവർ 2 പേരും ഇവിടെ കാണുമെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ സഹോദരങ്ങളാണ്. ജേക്കബ് സഹോദരനാണ്. അങ്ങനെ കുറേ പേര്, സുസ്മ, അവരെല്ലാവരും കുറേ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട കുറച്ച് പേരെയൊക്കെ ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ടു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ, മധുര സ്നേഹ തരംഗിണിയാ. കാലമാകാശ ഗോപുര നീഴലിൽ, കാലമാകാശ ഗോപുര നീഴലിൽ കൽപ്പനതൻ കളകാഞ്ചികൾ ചിമ്മി, കൽപ്പനതൻ കളകാഞ്ചികൾ ചിമ്മി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ. നമസ്കാരം. എന്നെ ആർക്കും അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല. എൻ്റെ പേര് മണിയൻ പിള്ള, വെട്ടിക്കലാണ് സ്വദേശം. വെട്ടിക്കൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. എനിക്ക് 2 മക്കള്. മോളുടെ കല്യാണമാണ് വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി. പിന്നെ ഒരു മോൻ നമ്മുടെ HDFC ബാങ്ക് പത്തനാപുരത്ത് ജോലി ചെയ്യും. ഞാൻ നിങ്ങളെയൊക്കെ കുറച്ച് പേരെല്ലാം അറിയാം, എന്നാലും പുതിയ ആൾക്കാരെ എല്ലാം പരിചയപ്പെടാൻ ഒരു അവസരം ഇപ്പം കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് പ്രസന്നകുമാരി. എൻ്റെ സ്ഥലം കിളിമാനൂരാണ്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് 3 മക്കളും ഹസ്ബൻഡുമാണ്. ഹസ്ബൻഡ് ബിസിനസ്സാണ്. അത്രയൊക്കെ ഉള്ളു. പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. സംസ്ഥാന കമ്മിറ്റി, അതായത് ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഇങ്ങനെയൊക്കെ ഒരു വീട്ടമ്മയായിട്ട് ഞാൻ കഴിഞ്ഞു പോകുന്നു.
നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മണിക്കുട്ടിയമ്മ സാറ്, അച്ഛൻ, പ്രിയ സംഘാടകരെ, ഞാൻ 2 മിനിറ്റല്ല 4 മിനിറ്റ് സംസാരിച്ചേ പോകത്തുള്ളൂ. അത് എന്തുണ്ടായാലും രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. നാളെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിലുള്ളവരാണ്. ഇപ്പോൾ 2 മിനിറ്റ് താമസം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കാം. ഈ വേദി സംഘടിപ്പിച്ചവർക്ക് ആദ്യം തന്നെ ഒരു പ്രത്യേക നന്ദി പറയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ എനിക്ക് തോന്നിയില്ല, നമ്മുടെ കൂടെ പലർക്കും തോന്നിയില്ല. പക്ഷേ ഇത് തോന്നിയ നമ്മുടെ ഇതിൻ്റെ പ്രിയ സംഘാടകർക്ക് നന്ദി പറയുന്നു. അതുപോലെ ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും. പിന്നെ അവസരത്തെക്കുറിച്ച് പറയുമ്പം ഇതിലിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ, അതെനിക്ക് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ, ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ സജുവിനോട് പറഞ്ഞു വരുമായിരുന്നു. ഞാൻ സജുവിടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ അവസരങ്ങൾ പലർക്കും കിട്ടിയിരുന്നെങ്കിൽ അവരൊക്കെ ഒരുപാട് ഉന്നത പോസ്റ്റുകളിൽ ഓരോ കാര്യങ്ങളിൽ ഇരുന്നത്. വേറെ 20,000 രൂപ KK പിള്ളയ്ക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിൽ ഇരിക്കുന്ന പലരും പട്ടാള ഓഫീസർമാരായി പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇനി ഇങ്ങനെ സംഘടിപ്പിക്കുമ്പം നമുക്ക് നമ്മളെ അറിയാനായി ഒരു വൈകുന്നേരം പിരിയുന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കണം. ഇത് സംഘടിപ്പിച്ചാൽ തന്നെ സന്തോഷം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരോടാ പറയാനുള്ളത്? നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിന്തിച്ചു നോക്കിക്കോളൂ. ഓരോ ദിവസവും ഓരോ എണ്ണം 2 എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ആ വലയത്തിൽ എണ്ണം കുറഞ്ഞു വരുമ്പോൾ വീടിൻ്റെ മുറ്റത്തോ ഉമ്മറത്തോ ഇരിക്കുന്ന നമ്മൾക്ക് വിളിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് വാർദ്ധക്യത്തിൻ്റെ മൂർത്തിൻ്റെ അവസ്ഥയിൽ വരുന്നത്. അല്ലേ ടീച്ചറെ? നമ്മുടെ ആ സുഹൃത്ബലം കുറയുകയാണ്. അതുകൊണ്ട് ആ സുഹൃത്ത് വലയത്തിൻ്റെ ബലമുള്ള സമയത്ത് അതിനെ കുറയ്ക്കാൻ ശ്രമിക്കരുത്. സമയം കൂടുതലാക്കി അതിനെ കൂടുതൽ ഊഷ്മളമാക്കാൻ ശ്രമിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ വില്ലൂർ സ്വദേശിയാണ്. വളരെ കഷ്ടപ്പാടുകളിലൂടെ, വളരെ വിഷമത്തിലൂടെ 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വളർന്നത്. അച്ഛനറിയാം. എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വളരെ പ്രയാസകരമായിട്ടാണ് ജീവിതം നടന്നത്. പിന്നെ ചില ഭാഗ്യം കൊണ്ടും ചില ലക്ഷ്യങ്ങൾ കൊണ്ട് ഒരു ദൈവഭാഗ്യം കൊണ്ട് ജോലിയൊക്കെ കിട്ടി. ഇപ്പോഴും ജോലി ചെയ്യുന്നു. ഭാര്യയും ഒരു എംപ്ലോയി ആണ്. മക്കൾ 2 പേര്. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, മോള് +2 ആണ്. ഇപ്പം ജോലിയുടെ ആവശ്യമായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്നു. പഞ്ചായത്ത് വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. 10 പഠിച്ചു. എൻ്റെ വീട് വെട്ടിക്കോലയാണ്. പിന്നെ ഹസ്ബൻഡ് 2 മക്കള്. ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു, റിട്ടയർഡായി. മോള് ബ്ലോക്കിൽ ജോലി ചെയ്യുന്നു, മോൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ജോലിയൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഞാൻ താമസിച്ചത് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇന്നാണ്, പെട്ടെന്നൊന്ന് ഓടി വന്നതാണ്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് കുറേ അവധി വന്നതുകൊണ്ട് ലീവ് ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഷൈനി. ഞാൻ വെട്ടിക്കലിലാണ് താമസിക്കുന്നത്. എന്നെ ഇപ്പം കൊണ്ടുപോയിരിക്കുന്നത് പ്രവന്തൂരാണ്. ഞാൻ BRM സെൻട്രൽ സ്കൂളിൽ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ് ടീച്ചറായിട്ട്. ഹസ്ബൻഡ് LIC ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മകൾ പുനലൂരാണ് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇളയ മോള് അമൃതയിൽ 2ാമത്തെ വർഷം സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ പഠിക്കുന്നു. സുഖജീവിതം. പിന്നെ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിലെ ന്യൂസുകളും മെസ്സേജുകളൊക്കെ കാണാറുണ്ട്. കൂടുതൽ സമയം റിപ്ലൈ തരാനില്ലെന്നേ ഉള്ളൂ. ഇന്ന് വരണമെന്ന് വിചാരിച്ചതാണ്, ലീവ് എടുത്തായാലും. പക്ഷെ അതിന് മുമ്പ് 2-3 ലീവ് എടുത്തത് കൊണ്ട് പറ്റിയില്ല, ക്ഷമിക്കണം. എല്ലാവരെയും കാണാൻ സാധിച്ചത് സന്തോഷം. പെട്ടെന്ന് ഫോട്ടോ എടുപ്പ് സെക്ഷനിലും കൂടെ പങ്കെടുത്തിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എളുപ്പം സാധിച്ചെന്നാൽ വലിയ ഉപകാരം. പേര് പ്രതാപൻ എന്നാണ്, പ്രതാപചന്ദ്രൻ. കോക്കടാണ് സ്വദേശം. ഞാൻ വെട്ടിക്കോല സ്കൂളിൽ 10ാം ക്ലാസ്സിൽ 10A പഠിച്ചിരുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോക്കാടാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അയാൾ +2 വെട്ടിക്കോല സ്കൂളിൽ, നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇളയാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നന്ദി. എൻ്റെ പേര് ഷിനു. ഞാൻ 10Gയിലാണ് പഠിച്ചത്. ഞാനിപ്പം താമസിക്കുന്നത് നരിക്കൽ വാഴവിളയിലാണ്. ഭർത്താവ് ബിസിനസ്സാണ്. എനിക്ക് 2 മക്കളുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു, അവൾ അബുദാബിയിലാണ്. മോന് മർച്ചൻ്റ് നേവിയിലാണ്. പിന്നെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ്. എൻ്റെ മോൻ്റെ വിവാഹം നവംബർ 2 നിങ്ങളെല്ലാ കൂട്ടുകാരും വരണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
39 വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് ഷിബു. ഞാൻ തലച്ചിറയിലാണ് എൻ്റെ വീട്. ഞാൻ 10 ബിയിലാണ് പഠിച്ചത്. എനിക്ക് 2 പിള്ളേരാണ് ഉള്ളത്, ഒരു മോളും ഒരു മോനും. മോള് ഇപ്പം ഡിഗ്രി കഴിഞ്ഞു, വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. മോൻ ഇപ്പം +2-ന് BRM-ലാണ് ചെങ്ങമനാട് പഠിക്കുന്നുണ്ട്. ഞാൻ 27 വർഷം ഗൾഫിലായിരുന്നു. കുഴപ്പമില്ല, ദൈവാധീനം നമ്മളെ എല്ലാം കൊണ്ടും സന്തോഷമായിട്ടും സൗഹൃദമായിട്ടും കഴിഞ്ഞു പോകുന്നു. ഈ 39 വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാൻ ഒരു സാഹചര്യം ഒരുക്കിയ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമാ മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാൻ ചിരട്ടക്കോണം പാലമുക്കിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു ഭാര്യ, ഒരു മകള്. അപ്പോൾ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, മോള് പഠിക്കുന്നു. പിന്നെ ഞാൻ വല്ല ജോലി ഉണ്ടെങ്കിൽ പോകും, അത്രയൊക്കെ ഉള്ളൂ. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏറ്റവും ആദരണീയനായ ടീച്ചർ, ഏവർക്കും സ്നേഹവന്ദനം. വാസ്തവത്തിലൊരു വലിയ തിരിച്ചുപോക്കിൻ്റെ ഒരു കാലമായത്. ആ തിരിച്ചുപോക്കെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായം 14, 15, 16 ഒക്കെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. വല്യമ്മച്ചിമാരായി, എന്നിട്ടും 16 ആകാനുള്ളൊരു കൊതി കണ്ടോ? ഇപ്പം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം തന്നെ ഞാനിങ്ങനെ എൻ്റെ പള്ളിയിലെ എല്ലാ മീറ്റിങ്ങുകളിലും ഞാനിങ്ങനെ പ്രസംഗിക്കുന്നതിലെ ഒരു പ്രധാന വിഷയം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു. ഇപ്പം നിങ്ങൾ ചെങ്ങന്നൂർ പോയി ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 87 ബാച്ചിലെ വാട്സപ്പിന് എപ്പോഴും അവർ പറയും വെട്ടിക്കവലല്ലേ എന്ന് ചോദിക്കും. കാരണം അത്ര എൻ്റെ പള്ളിക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഓരോ ദിവസം ഇതെല്ലാം ഞാൻ അവിടെ പറയാറുണ്ട്. കാരണം അത്രമാത്രം ഈ ഉറങ്ങിയിരുന്ന പ്രായമായിരുന്ന ആളുകളെ വീണ്ടും അവരുടെ മനസ്സിനെ ഇങ്ങനെ എന്താ പറയുന്നേ പുനർജീവിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. പിന്നെ ഇതിന് പിന്നിൽ അധ്വാനിച്ച ഓരോരുത്തരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. പല ഗ്രൂപ്പുകൾ ഞാൻ ഈ പല ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങളിലൂടെയൊക്കെ നടന്നപ്പോൾ പല ആളുകളും തങ്ങളുടെ പഠനകാലത്തുള്ളതായ ഈ ബാച്ച്മേറ്റ്സിൻ്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ആർഭാടമായിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ചൂളി മാറിയിരുന്നുള്ളൂ. കാരണം നമുക്കങ്ങനെ പറയാനില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രമോദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സെറ്റാകുന്നതും അത് വിചാരിച്ചതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അത് ആക്റ്റീവായി അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഫസ്റ്റ് ഗെറ്റ് ടുഗദർ. ഈ ഫസ്റ്റ് ഗെറ്റ് ടുഗദർ ഇത്രയും മനോഹരമായി കേൾക്കുന്നില്ലയോ? ശബ്ദം കൂടുതലല്ലേ? ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഈ ഒരു ഗെറ്റ് ടുഗദർ ക്രമീകരിച്ച ഇതിന് പിന്നിൽ അധ്വാനിച്ച പ്രിയ സ്നേഹിതരോട് സഹപാഠികളോടുള്ള സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അന്ന് നമ്മൾ പഠിച്ച കാലത്തൊക്കെ നമുക്ക് ഇത്ര വലിയൊരു സ്നേഹവും തമ്മിലില്ലായിരുന്നു, അല്ലേ? ശരിയല്ലേ? ഒരിക്കലുമില്ല. അന്നിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇവിടെ ഇങ്ങനെ ചിമ്പാൻസികളുടെ കൂട്ട് ചൊറിഞ്ഞിരുന്ന ആളുകൾ. പക്ഷെ ഇന്നിപ്പോൾ അതല്ല. എന്നൊരു വലിയ ആത്മബന്ധം വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ കൂടിക്കണ്ടതുപോലെയോ ഒക്കെ ഉള്ളതായ ഒരു വലിയ ആത്മബന്ധം. തീർച്ചയായിട്ടും ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇസ് ഗോഡ് ഗിവൺ. അത് ദൈവം നൽകുന്നതാണ്. ദൈവം നൽകുന്ന എല്ലാ ബന്ധങ്ങളും. അതുകൊണ്ട് തന്നെ സുന്ദരമായ സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിഞ്ഞതിൽ ഏറെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ചവരോടൊക്കെ പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ചില ആളുകളെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കാണുകയും വിളിക്കുകയും, പ്രത്യേകിച്ച് നമ്മുടെ അലക്സ് മാത്യുവിനെയൊക്കെ ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും രണ്ട് തെറിയൊക്കെ എന്നെ പറയുകയൊക്കെ ചെയ്യും. ഞാനൊരു പാവപ്പെട്ടവനാണ്, തിരിച്ചൊന്നും അതിനെ പറയാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഗോപകുമാർ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും, പ്രമോദ് ഇടയ്ക്ക് വിളിക്കും.
ഇങ്ങനെ പലരുടെയും മൂക്കിൽ വന്നില്ലേ? സഹോദരി ഹൈലൈറ്റ് വാട്സപ്പൊക്കെ തുടങ്ങിയപ്പോൾ കുറെ കത്തി വെക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. രാത്രി ഉറക്കമൊന്നുമില്ല, കൊച്ചുറങ്ങി കഴിയുമ്പോഴേക്ക് പിന്നെ ഇതിന് ഉറക്കമില്ല വല്യമ്മച്ചയ്ക്ക്. ആട്ടെ, രണ്ടായിരുന്നാലും ഇത്രയും സന്തോഷമായിട്ട് നമ്മൾ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ദൈവം എല്ലാവർക്കും ഇതുപോലെ തന്നെ മുഖത്ത് പുഞ്ചിരിയും മനസ്സിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. എല്ലാവരുടെയും കുടുംബങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ ഒക്കെ അനുഗ്രഹീതരായി വളർന്നു വരട്ടെ. 87 ബാച്ച് ഒരിക്കലും ഒരു നഷ്ടമല്ല. ആണോ? അല്ല, 87 ബാച്ച് ഒരു വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ ബാച്ചിൽ തന്നെ ഓർക്കണം, അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ കയറി ഓടി നടന്ന 4 പേര് അച്ഛന്മാർ തന്നെ ഉണ്ട്. കണ്ടിരിക്കുന്ന റോയി അച്ഛനാവെന്ന് വിചാരിച്ചാണോ? അല്ല, ഞാൻ അച്ഛനാവെന്ന് നിങ്ങൾ അതിൽ വിചാരിച്ചാണോ? നീ ഒട്ടും വിചാരിച്ചില്ലല്ലോ. ഇനി ഇതുപോലെ 2 ചങ്ങാതികളോടും ഉണ്ട്. ഒരു പ്രകാശുണ്ട്, പിന്നെ സുനിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ ദൈവനിശ്ചയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ പുത്തൻകാവാണ്. നിങ്ങൾ ആരെങ്കിലും ആ വഴി എങ്ങാനും പോകുന്നെങ്കിൽ മോസ്റ്റ് വെൽക്കം. എപ്പോൾ വേണമെങ്കിലും വിളിച്ചിട്ട് വരാം. എന്താവശ്യമുണ്ടെങ്കിലും പറയാം. അവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേരുന്നു. प्यार के काबिल मुझे दिल के धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा. ഏവർക്കും നന്ദി. എൻ്റെ പേര് സജു ജോർജ് എന്നാണ്. ഞാൻ മുത്തൂറ്റിൻ്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഹെൽത്ത് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു, CEO ആയിട്ടാണ്. ഇന്നലെ KLM മാക്സിവ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡയറക്ടർ പോലെ എന്ന രീതിയിൽ അഡ്വൈസായിട്ട് കൊടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇങ്ങനെ 2-3 ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. 2 മാസം മുമ്പ് ഒരു ശനിയാഴ്ച ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടത്ത് കാലിൽ, ഞാൻ മാത്യുവിനോട് പറഞ്ഞിട്ടില്ല, സാലിയോട് പറഞ്ഞിട്ടില്ല, അല്ല എന്നെ വിളിക്കുന്ന വിജിയോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഈ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. അമ്മ 93 വയസ്സായി, ബെഡഡാണ്, കട്ടിലേക്ക് കിടക്കുന്നു. രാവിലെ ഞാൻ ഫുഡ് കൊടുത്തു. ഒരു അപ്പുറത്തെ വീട്ടിലെ ആളിനെ അയപ്പിച്ചിട്ടാണ് വന്നത്. ഇന്ന് സെർവൻ്റ് ഇല്ല. എൻ്റെ വൈഫ് അയർലൻഡിലാണ്, നേഴ്സാണ്. മോള് വെല്ലൂർ പഠിക്കുന്നു, ഇപ്പോൾ 4th ഇയറായി. മോൻ MGM സ്കൂളിൽ +2 പഠിക്കുന്നു. 6 മണിക്ക് മോനെ വിട്ടു. എനിക്ക് പോകേണ്ടതുണ്ട്, നിങ്ങളോടൊത്ത് കഴിക്കണമെന്നുണ്ട്. ഷീജ, നാണസാറിനെയൊക്കെ എപ്പോഴും ഓർക്കും, കാര്യം ഇഷ്ടം പോലെ അടി കൊണ്ടതാണ്, മണിക്കുട്ടി സാറ്. പിന്നെ എൻ്റെ ഫാദർ സ്കൂളിൽ ജോലി ചെയ്ത പൊന്നച്ചാനും മോനാ ഞാൻ. ദൈവം ഇത്രയൊക്കെ ഉയർത്തി. എല്ലാവരുമായിട്ടും ടച്ചുണ്ട്. എന്നെ ഈ ദിവസങ്ങളിൽ എനിക്ക് വയ്യാത്തപ്പോൾ എന്നെ കൊണ്ടുപോയത് രാജേഷിനെ എപ്പോഴും ഞാൻ അഭിനന്ദിക്കുന്നു. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ വണ്ടി ഓടിക്കില്ല, വണ്ടി ഉണ്ടെങ്കിൽ. സന്തോഷ്, വലിയൊരു സന്തോഷ്. സുരേഷ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് വന്നു, തിരിച്ചു കൊണ്ടാക്കി. എനിക്ക് കൂടുതൽ നേരം ഒരു കൈ കൊണ്ട് പിടിച്ച് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ബിനോയിയെ ഞാൻ പേഴ്സണലായിട്ട് വീട്ടിൽ വന്ന് കണ്ടോളാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആദരണീയായ മണിക്കട്ടിയമ്മ സാർ, ആദരണീയായ വൈദികരെ, എൻ്റെ സഹപാഠികളെ, എൻ്റെ പേര് മിനി ജോൺ. എനിക്ക് ഇതിനകത്ത് കുറേ അധികം ആളുകളുടെ മുഖം ഓർമ്മയില്ല. ഇപ്പം പിന്നെ കണ്ടപ്പോൾ കുറേയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കാണാനൊരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. മോൻ BTech സിവിൽ കഴിഞ്ഞിട്ടിപ്പോൾ കേരളയിൽ വർക്ക് ചെയ്യുന്നു. മോള് BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മലപ്പുറത്ത് പഠിക്കുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഹസ്ബൻഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു, ഇപ്പോൾ പെൻഷനായിട്ട് വീട്ടിൽ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് പറയാനായിട്ട്. ബഹുമാനപ്പെട്ട മണിക്കുട്ടിയമ്മ സാറ്, പിന്നെ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന എൻ്റെ സഹപാഠികൾ, 87 SSC ബാച്ചിൽ അന്നത്തെ സ്കൂൾ ലീഡറായിരുന്നു ഞാൻ KSRTCയിലായിരുന്നു. ഞാൻ, ഭാര്യ, 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു,
ഒരാൾ തിരുവനന്തപുരത്ത് ലുലു മാളിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും സംസാരിക്കാനുള്ളത് ഉള്ളായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. എൻ്റെ വീട് വെട്ടിക്കവലയാണ്. എനിക്ക് മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അറിയാം. കല്യാണം കഴിച്ചത് ചിരട്ടക്കോണത്ത്. ഹസ്ബൻഡ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. 2 ആൺമക്കളാണ്. മൂത്ത മോനെ ആർക്കിടെക്റ്റ്, ഇളയ ആള് വക്കീൽ. ഇപ്പോൾ PhD ചെയ്യുന്നു തിരുവനന്തപുരം ലോ കോളേജിൽ. ദേവസ്വം ബോർഡ് സെൻട്രൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പ്രമോദിൻ്റെ മോനെയും ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർ, ഇവിടെ 2 അച്ഛന്മാർ വന്നിട്ടുണ്ട്. പ്രിയമുള്ള സ്മൃതി 87 ബാച്ചിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ സ്ഥലം മേലിലെയാണ്. മേലില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൂർ 1.5 കിലോമീറ്റർ കുന്നിക്കോട് പോകുന്നുണ്ട്. കുന്നിക്കോട് നിന്ന് 1.5 വില്ലൂർ പോകുന്ന വഴിക്ക്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അമ്മ, ഭാര്യ, 2 മക്കള്. മൂത്ത മകള് BSc നേഴ്സിംഗ് കഴിഞ്ഞു. എൻ്റെ പേര് ബാബു എന്നാണ്. പിന്നെ ഇളയ മകൻ +2 പഠിക്കുന്നു. ഇത്രയുള്ള എൻ്റെ കുടുംബം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സൂസമ്മ മാത്യു. മണിക്കുട്ടി എം സാർ എന്നെ ചൂച്ചമ്മയെന്ന് വിളിക്കും. സജു എല്ലാം എന്നെ ബിജി എന്ന് വിളിക്കും. ഞാൻ താമസം കോയമ്പത്തൂരാണ്. 22 വർഷമോ അവിടെ താമസിക്കുന്നുണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇൻ മലയാളം. ഇന്നലെ ഞാൻ മിനിയെ വിളിച്ചപ്പോൾ ഏത് പാണ്ഡിച്ചി എന്നെ വിളിക്കുന്നതെന്ന് വിചാരിച്ചു. സോ ഡോണ്ട് തിങ്ക് ബാഡ്, ലെറ്റ് മീ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ മലയാളം പറഞ്ഞാൽ തമിഴ് വരുന്നുണ്ട്. എല്ലാവരും എന്നെ പാണ്ഡിച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറെ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മോന്, അവൻ 12th ആയതേ ഉള്ളൂ. കുറച്ച് ലേറ്റായിട്ട് കിട്ടിയ മോനാണ്. അവൻ്റെ ഫ്യൂച്ചർ ആംബിഷൻ വന്ന് ഇപ്പം നീറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുന്നു. ഒരു ഡോക്ടർ ആകണം എന്നാണ് അവൻ ആഗ്രഹം. ഹസ്ബൻഡും ഞങ്ങൾ 3 പേരും അവിടെ താമസിക്കുന്നു. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു. ആദ്യം കുവൈറ്റിലായിരുന്നു. പ്രമോദ് എപ്പോൾ വിളിച്ചാലും എന്നെ പതിപാരായണ സുസമയ എന്നായിരുന്നു വിളിക്കുന്നു. ബട്ട് മൈ ഫാദർ ടോട്ട് മീ എ ലവ്ലി സോങ് from Pradiksha Picture, and that was released in 1979. I like that song very much, and I am dedicating this song to my beloved father, and he's no more now. Let me sing that song, and for my friend Ganesh, I'll sing that Daffodils 2 lines after us. Or magale കൈവലച്ചാർത്തി വരൂ വിമുഖമിവേദിയിൽ. ഓർമ്മകളെ കൈവലച്ചാർത്തി വരൂ വിമുഖമിവേദിയിൽ. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളെ കൈവലച്ചാർത്തി വരൂ വിമുഖമിവേദിയിൽ. ഏറ്റവും ആദരണീയായ ഗുരുനാഥ മണിക്കുട്ടുമ്മ ടീച്ചർ, ഏറ്റവും വേണ്ടപ്പെട്ട സഹപാഠികളെ, എൻ്റെ പേര് സുധാകരൻ ഉണ്ണിത്താൻ എന്നാണ്. ഞാൻ 10ാം ക്ലാസ് ഡിയിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ വെട്ടിക്കവലയിൽ സിന്ദൂര ടെക്സ്റ്റൈൽസ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മൂത്തത് മകളാണ്. മകള് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് MBAക്ക് പഠിക്കുന്നു. ഇളയത് മകനാണ്. അവൻ വെട്ടിക്കവല സ്കൂളിൽ +2 പഠിക്കുന്നു. ഇത്രയുമാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. താങ്ക് യു. ഏറ്റവും ബഹുമാനപ്പെട്ട മണിക്കുട്ടി ടീച്ചർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഇത്തരം ഒരു സംരംഭം ഉണ്ടാക്കുവാൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു കയ്യടി തന്നെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മൾ പല മേഖലകളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ വിദൂരതകളിലൊക്കെ ആയിരുന്ന നമ്മളെ ഒത്തൊരുമിപ്പിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് നേരിട്ട് കാണുവാനുള്ള ഒരു അവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാവുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സൂസമ്മ CD. എൻ്റെ വീട് വില്ലൂർ മർത്തോമ്മ പള്ളിക്ക് അടുത്തായിരുന്നു. എന്നെ വിവാഹം കഴിച്ചത് തലവൂരാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത ആള് ഇപ്പോൾ UK വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ എഞ്ചിനീയറിങ്ങിന് 3ാമത്തെ വർഷം പഠിക്കുന്നു. എനിക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ജോലിയുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാകുന്നു.
എത്രയും പെട്ടെന്ന് ഇപ്പം അവിടെ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഹസ്ബൻഡ് നാട്ടിൽ ചെറിയ ബിസിനസ്സായി കഴിഞ്ഞു. എല്ലാവർക്കും മണിക്കുട്ടിയമ്മ സാറിന് പ്രത്യേകിച്ച് നമസ്കാരം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ വെട്ടിക്കരയിൽ താമസിക്കുന്നു. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. മറ്റ് എൻ്റെ മകൻ ഇപ്പം ബിടെക്കിന് പഠിക്കുന്നു. മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗിരിജ. ഞാൻ കണ്ണങ്കോട് സ്വദേശിനിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് വെളിയത്ത്. പിന്നെ എനിക്കൊരു മോളുണ്ട്, ആയുസ്. ഭർത്താവ് മരിച്ചുപോയി. ഇപ്പം ഞാൻ പട്ടാട്ടി GW സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ബഹുമാന്യ വേദിയിലിരിക്കുന്ന മണിക്കുട്ടി ടീച്ചർ, അച്ഛൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സഹപാഠികളെ, നേരത്തെ പ്രിയ പറഞ്ഞ പോലെ 10 പേര് പഠിക്കുന്നതെന്ന് പറയാം. സത്യത്തിൽ നമ്മളെ സ്കൂൾ ജീവിതത്തിലേക്ക് ഇന്ന് ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. അവർ സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത്. എൻ്റെ പേര് സുദേശൻ. ഞാൻ പച്ചൂരാണ് താമസം. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നു. കുട്ടികൾ വെട്ടിക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് വിനു. ഞാൻ നെടുവത്തൂരാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ്, മോന്, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ ഇനി വിനുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, വാസവൻ എന്ന് പറഞ്ഞ ഒരു CPM-ന്റെ ഒരു സഖാവ് ഉണ്ടായിരുന്നു. അവർ സാത്വികനായ യഥാർത്ഥ ഒരു സഖാവായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്. പിന്നെ നമ്മളെ പഠിപ്പിച്ച കുമാര സാറ്, പിന്നെ കമലബായി സാറിന്റെ അവരുടെ ചേട്ടന്റെ അനിയന്റെ മകളാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, നല്ലൊരു കൈയടി. കാരണം നമ്മുടെ കമലബായി സാറിനും കുമാര സാറിനും വേണ്ടി. ഓക്കെ, അടുത്താരാ? എൻ്റെ സ്ഥലം മേലിലാണ്. എൻ്റെ പേര് അമൃതകുമാർ. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. എനിക്ക് ഭാര്യ, 2 മക്കള്. 2 മോനാണ്. മൂത്ത മോന് ഇപ്പോൾ BSc നഴ്സിംഗിന് ബാംഗ്ലൂർ പഠിക്കുന്നു. ഇളയ മോന് 9ാം സ്റ്റാൻഡേർഡ് സെന്റ് മേരീസിൽ പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ടീച്ചറിനെ നമസ്കാരം. പിന്നെ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഞങ്ങളുടെ ഫാദർ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പിന്നെ എൻ്റെ വീട് മേലിലെയാണ്. എൻ്റെ പേര് മിനി. വെട്ടിക്കവല കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് പെട്ടു. ചേച്ചി അതൊരു നഷ്ടമുണ്ട്. എന്നെ ചേച്ചിന്ന് വിളിച്ചിരുന്ന പലരും ഇപ്പം പേര് വിളിക്കുന്നു. ഗ്രൂപ്പൊക്കെ ആയപ്പോഴേക്കും അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായി. പിന്നെ എനിക്ക് 2 മക്കള്. മോള് കിഫ്ബിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞു. കൊട്ടിയത്താണ്. പിന്നെ മോൻ ജോലി നോക്കുന്നു. ഹസ്ബൻഡ് വെട്ടിക്കോല കച്ചവടമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പേര് PT ബിനോയ്. എനിക്ക് 2 കുട്ടികൾ. ഒരാള് PG കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഇപ്പം കയറിയതേ ഉള്ളൂ. പിന്നെ 2ാമത്തെ ആള് മൊബൈൽ ടെക്നീഷ്യനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേദിയിലായിരിക്കുന്ന പ്രിയ മണിക്കുട്ടിയമ്മ ടീച്ചറെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹപാഠികളെ, 39 വർഷത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടാനും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും ദൈവം തന്ന സമയത്തിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വെട്ടിക്കോല സ്വദേശിയാണ്. ഇപ്പോൾ ഇഞ്ചക്കാട് താമസിക്കുന്നു. ഹസ്ബൻഡ്, 2 മക്കള്. മോൻ MBA കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുന്നു. മോള് MA കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപാഠികളെ, 1987 SSC ബാച്ചില് 10ാം ക്ലാസ്സിൽ 10C പഠിച്ചതാണ്. എൻ്റെ പേര് അനിൽകുമാർ B. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇവിടെ അണ്ടിയബിസിലും കാപ്പക്സിലെ തൊഴിലാളിയാണ്. മകൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ജിപ്സത്തിൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മകള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ തെറ്റിക്കുഴി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് അവിടെ ട്രെയിനിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കൊട്ടാരക്കര ETC കൃഷിഫാമിൽ
15 വർഷം കൊണ്ട് ദിവസവേതന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയശ്രീ. എൻ്റെ വീട് കണ്ണങ്കോടായിരുന്നു. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കലയൂരം. ഞാൻ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വെളിയത്താണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് റിട്ടയർഡായി. 2 മക്കള്. മൂത്തത് മകളാണ്. മകള് KSFയിൽ വർക്ക് ചെയ്യുന്നു. മകൻ പോലീസിലാണ്. മകൻ്റെ വിവാഹം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മണിക്കുട്ടി ടീച്ചർ, ഫാദർ റോയി, അതുപോലെ തന്നെ ഇവിടെയുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എന്തായാലും ഈ സ്മൃതി 87 SSC ബാച്ചിൻ്റെ പ്രഥമ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവിടെ മുൻപ് സൂചിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ 39 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളോടൊപ്പം നമ്മൾ പ്രതീക്ഷിച്ച പല സുഹൃത്തുക്കളെയും ഇവിടെ കാണാൻ സാധിച്ചില്ല. ഇനി വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ ഗ്രൂപ്പിന് രൂപം നൽകിയ പ്രമോദ് ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്പെടുത്തിയില്ല. എൻ്റെ പേര് സന്തോഷ് എന്നാണ്, സന്തോഷ് കുമാർ. വില്ലൂരാണ് സ്വദേശം. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോഴും പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു മകനുണ്ട്, LLBക്ക് പഠിക്കുകയാണ്. വൈഫും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനു പി വർഗീസ്. എൻ്റെ വീട് കോക്കാട്. എന്നെ കല്യാണം കഴിച്ചത് പഴിഞ്ഞം. എനിക്ക് 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. മോനും കുടുംബവും ദുബായിൽ, മോളും കുടുംബവും ബാംഗ്ലൂരിൽ. 2 കൊച്ചുമക്കളും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്ഥലം വെട്ടിക്കരയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തവള് ഒരു MP കഴിഞ്ഞ് അവൾ ICICI ബാങ്ക് ജോലിയാണ്. രണ്ടാമത്തവള് ഡിഗ്രിയാണ്. നമ്മൾ കൊച്ചു കൊച്ചു ബിസിനസ്സുകളുമായിട്ട് ഇങ്ങനെ പോകുന്നു. എൻ്റെ പേര് മിനി. മൂക്ക് മിനിന്ന് എൻ്റെ ശത്രുക്കൾ എന്നെ വിളിക്കും. പക്ഷെ മൂക്കൊക്കെ ചെറുതായി പോയെന്ന് ഇപ്പം എല്ലാവരും പറയുന്നു. എന്തായാലും എനിക്കൊരു ഭർത്താവുണ്ട്, റെയിൽവേയിലാണ്. ഒന്നേ ഉള്ളൂ, പേര് പ്രസാദ്. പിന്നെ 2 മക്കള്. കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്, അമ്മുമ്മയാണ് ഞാൻ. പിന്നെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ സജി, വീട് വെട്ടിക്കവലയാണ്. ഒരു വൈഫ്, 2 പിള്ളേർ. മകൻ ബാംഗ്ലൂരിൽ BCAക്ക് പഠിക്കുന്നു, മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു വെട്ടിക്കവല. ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീവള്ളി. 10 Gയിലാണ് പഠിച്ചത്. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു. എനിക്ക് 2 ആൺകുട്ടികൾ, ഹസ്ബൻഡുണ്ട്. പിന്നെ മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. ഇളയ മോൻ വർക്ക് ചെയ്യുന്നു. ബഹുമാനിയായ ഗുരുനാഥ, പ്രിയ സ്നേഹിതരെ, എൻ്റെ പേര് ഹരിലാൽ. 9ാം ക്ലാസ്സാണ് വെട്ടിക്കൽ പഠിച്ചത്. 9.5. 10 തികഞ്ഞില്ല. SSLC ഇവിടെ എഴുതിയത്. അതാ ചിലർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ കിട്ടാത്തത്. അപ്പം പറഞ്ഞല്ലോ, എൻ്റെ പേര് ഹരിലാൽ. ഞാനൊരു സാധാരണക്കാരൻ. വീട് ചേത്തടി. ഒരു ഭാര്യ, 2 മക്കൾ. ഓർത്ത് പറഞ്ഞു, നിലവിൽ ഒരു ഭാര്യ, 2 മക്കള്. മൂത്ത മോന് MBA കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞ 2-ാം തീയതി ഇൻഫോ പാർക്കിലൊരു ജോലിക്ക് കയറി. ഇളയാള് +2. അപ്പോൾ വൈഫ് കൊല്ലം ടൈമിൽ ജോലി ചെയ്യുന്നു. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും, മണിക്കുട്ടി സാറിനും ഫാദറിനും. ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ പെട്ടത്. ഇന്നലെ ആണ് എന്നെ ഇതിനകത്ത് സജി ആടാക്കിയത്. അതൊരുപാട് സന്തോഷം. എല്ലാവരെയും ഒന്നുകൂടി കാണാം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് വന്നത്. പ്രത്യേകിച്ച് എനിക്കൊരു മകള് M.Com കഴിഞ്ഞു, ഡിപ്ലോമ എടുത്തു. അപ്പം പ്രൈവറ്റായിട്ടൊരിടത്ത് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ഹൈദരാബാദിലാണ്. ഒരു കുട്ടിയുണ്ട് മോക്ക്. അപ്പം അതിനെ ഇനി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം ഇരിക്കാനും പറ്റത്തില്ല. എങ്കിലും എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. 10-38 വർഷം മുമ്പുള്ള മുഖങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പ്രയാസമുണ്ട്. പലരും എന്നെ പോലും അറിഞ്ഞിട്ടില്ല.
എങ്കിലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. നന്ദി, നമസ്കാരം. ഒരുമിച്ച് പഠിച്ച പ്രിയ സുഹൃത്തുക്കളെ, മിക്കവാറും ഇതിലുള്ള എല്ലാ മുഖങ്ങളെയും ഞാൻ അറിയുന്നതാണ്. എന്നെയും ഏകദേശം ആൾക്കാർക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ UK ജോലി ചെയ്യുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത ആള് സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക്, രണ്ടാമത്തെ ആള് ഇനി ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പോകുന്നു. ഏറ്റവും ഇളയ കുട്ടി 10ാം ക്ലാസ്സിൽ. ജീവിതമൊക്കെ വളരെ സുഖമായിട്ട് പോകുന്നു, വലിയ കുഴപ്പമില്ല. ഭാര്യ ഉണ്ടല്ലോ, അത് പ്രത്യേകത്തിന് എടുത്തു പോകുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റുന്നത്. അച്ഛൻ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? വെച്ചു ഒരാവശ്യമല്ല, ഉണ്ട്, എന്തായാലും ഉണ്ട്. എല്ലാം സുഖമായിട്ട് പോകുന്നു. നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും വരും കാലങ്ങളിലും ഇതുപോലുള്ള ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുക. ഞങ്ങൾ വരുന്ന സമയമാണെങ്കിൽ നമ്മളും ഇതിൽ പങ്കാളികളാണ്. ഒരു കുഴപ്പമില്ല വെച്ചാൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ഞാൻ ചടയമംഗലം പോരയിടത്ത് താമസിക്കുന്നു. എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടികളാണ്. ഒരാൾ അബുദാബിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ മെഡിസിന് പഠിച്ച് കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പോലീസിൽ CA ആയിട്ട് പെൻഷനായി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെജി. ഞാൻ ചിരട്ടക്കുളത്തു നിന്നാണ്. 10Bയിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ റിയാദിലാണ് 33 കൊല്ലമായിട്ട്. എനിക്ക് ഭാര്യ 2 പെൺമക്കളുമാണ്. ഒരാൾ കാനഡയിലാണ്, ഒരാൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. എൻ്റെ പേര് സുനി എന്നാണ്. ഞാൻ വെട്ടിക്കവലയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്. മകൻ കൽക്കട്ടയിൽ ഫിലിം സ്കൂളിൽ പഠിക്കുന്നു. നിന്റെ വീട്ടിൽ ഇന്നലെ ചക്ക തന്നായിരുന്നു പറയത്തെന്താ? ഇന്നലെ സുനിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചക്കയും ചിക്കനും മീൻകറിയും എല്ലാം കഴിച്ചു. അടുത്ത ആളാണ് പ്ലീസ്, പ്രിയ സുഹൃത്തെ. അടുത്ത എല്ലാവർക്കും നമസ്കാരം. ടീച്ചറിനും അച്ഛനും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു. വെട്ടിക്കോലയാണ് സ്ഥലം. ഞാൻ ആർമിയിലാണ് സർവീസ് ചെയ്തത്. 32 വർഷം സർവീസ് ചെയ്തിട്ട് പെൻഷനായി. 2 കുട്ടികൾ. മൂത്ത മോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. ഇളയാൾ MSc കഴിഞ്ഞിട്ട് ഇപ്പം ജോലിക്ക് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ മൂത്താളെ കല്യാണം കഴിഞ്ഞെങ്കിലും അതിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പെൺപിള്ളേരെ കല്യാണം കഴിക്കുമ്പം വളരെ കാര്യമായിട്ട് നോക്കിയേ കല്യാണം കഴിപ്പിക്കാവൂ. അങ്ങനെ ഒരു ചെറിയ ദുഃഖം എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് തന്നെ ജീവിതം. ബിജു ചക്കുരയിൽ നിന്നാണ് എൻ്റെ പേരെങ്കിലും ഞാൻ താമസിക്കുന്നത് മേലിലെയാണ്. 10Aയിലായിരുന്നു. അധികം പേരും എന്നെ ഓർക്കുന്നത് അന്നുണ്ടാക്കിയിട്ടുള്ള ചില വികൃതികളുടെ പേരിലൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പ്രായത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ സിനി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മക്കൾ. ഒരാൾ BCA ഫൈനൽ ഇയർ കഴിഞ്ഞു. മോള് വെട്ടിക്കോല സ്കൂളിൽ തന്നെ +2 പഠിക്കുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള വേദിയാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ ആയി നോട്ടം. ഇനിയിപ്പം അതിൻ്റെ പിറകിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും പറഞ്ഞു തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ടീച്ചർ, പ്രത്യേകിച്ച് ടീച്ചർ, എൻ്റെ കൂടെ സ്കൂൾ സെക്രട്ടറി റോയി, ഫാദർ ജോൺ ജോർജ്, മറ്റുള്ള എല്ലാവർക്കും ആശംസകളും ഇതിൽ വന്നു ചേർന്നതിൽ നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത ആൾക്ക് വരാം. നമുക്ക് ഈ പ്രോഗ്രാം എല്ലാവർക്കും വേണ്ടിയിട്ട് തീർക്കാൻ വേണ്ടി ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. മണിക്കുട്ടി സാറ്, റോയി ഫാദർ. എൻ്റെ പേര് ശൈലജ. 10Gയിലാണ് പഠിച്ചത്. എൻ്റെ വീട് ചിരട്ടക്കോണം. അയച്ചത് എഴുകോണം അമ്പലത്തിൻകാല. എനിക്ക് 2 പെൺമക്കൾ. മൂത്ത മോള് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു, ഇളയവൾ പഠിക്കുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മണിക്കുട്ടി സാറ്, അച്ഛന്മാർ 2 പേര്, സ്നേഹിതർ, ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. എൻ്റെ ഒരു മാത്യൂസ് എന്നാണ്. ഞാൻ 32 വർഷമായിട്ട് ഡൽഹി സെറ്റിലാണ്. എനിക്ക് 2 കുട്ടികൾ. ഇവർ പറഞ്ഞോളൂ, ഞാൻ ഒരു ഭാര്യ എന്ന് പറയുന്നില്ല, ഭാര്യയുണ്ട്. കാര്യം ഇവർക്കൊക്കെ സംശയമുണ്ട്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എടുത്തു പറയുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നൊക്കെ ആൾക്കാർ എടുത്തു പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല.
എനിവേ മൂത്ത ആള് MBA കഴിഞ്ഞ് MBA പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇപ്പം BBAക്ക് അഡ്മിഷൻ എടുത്തു. ഭാര്യ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. പിന്നെ പലരും ഡൽഹിയിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെയും കൂടെ വിളിക്കുക, വല്ലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിലൂടെ വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേശും ഫാമിലിയും 2 ദിവസം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതുപോലെ ആരെങ്കിലും ഡൽഹി ടച്ച് ചെയ്ത് എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെട്ടാൽ എന്ത് ആവശ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഇനി പറയണ്ടല്ലോ, ഷീരാണെന്ന്. എനിക്ക് 3 മക്കളാണ്. മൂത്താൾ PhD ചെയ്യുന്ന ഹൈദരാബാദ് IIT-ൽ, രണ്ടാമത്താൾ ഐസറിൽ MSc ചെയ്യുന്നു, ഇളയാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം, 2 മക്കളും. എന്നെ സ്കൂളിൽ എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്, അപ്പു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അനിൽകുമാറിൻ്റെ കഥയുണ്ട്. എനിക്ക് റെയിൽവേയിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുമ്പോൾ ജംഗ്ഷനിൽ പോസ്റ്റ്മാൻ വന്നിട്ട് എൻ്റെ അച്ഛനും ഒരു 3 പേരും കൂടെ ജംഗ്ഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അനിൽകുമാർ, അനിൽ ഭവൻ ആരാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ഈ കണ്ണങ്കോട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛൻ പോസ്റ്റ്മാനെ പറഞ്ഞാൽ വിട്ടു. പിന്നെ അങ്ങനെ എവിടേക്കോ തിരക്കി പിടിച്ചാണ് അവസാനം എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പു പറയണോ അനിൽകുമാർ പറയണോ എന്നുള്ള വ്യത്യാസമാണ്. പിന്നെ പ്രത്യേകിച്ച് വൈഫ്, 2 മക്കൾ. വൈഫ് ടീച്ചറാണ്. പിന്നെ മൂത്ത മോള് ഇപ്പം DU-ലായിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം തിരുവനന്തപുരത്ത് കോച്ചിങ്ങിലാണ്. പിന്നെ ഇളയ മോള് +2 വെട്ടിക്കല സ്കൂള്. ഞാൻ റെയിൽവേയിലാണ്, 30 വർഷം കഴിഞ്ഞ് റെയിൽവേയിൽ. ഇപ്പം തമിഴ്നാട്ടിലാണ്. എൻ്റെ പേര് പ്രമോദ്. പിന്നെ എനിക്ക് ഭാര്യ, 2 മക്കൾ. മൂത്ത മകൻ BTech ചെയ്യുന്നു, ഇളയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ഞാൻ ഇതൊക്കെ പറയുക. ഒരു കൈയടി. ഇളയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനാണ് കൈയടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ വെട്ടിക്കലൊരു ചെറുകിട പ്രിൻറ്റിംഗ് പ്രസ് നടത്തുകയാണ്. അതിനോടൊപ്പം ഞാനിപ്പം പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എവരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. സ്മൈൽ ട്രിപ്സ് എന്ന പേരിൽ ഒരു പാക്കേജ് ടൂർ സംവിധാനം ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്ററുകൾ നമ്മളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങളതിൽ പങ്കാളികളാകുക. അതോടൊപ്പം അത് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലുമൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം. ബാക്കി വെട്ടിക്കല ജംഗ്ഷനിലാണ്, വെട്ടിക്കല ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെയാണ് എൻ്റെ സ്ഥാപനം. വെട്ടിക്കല വരുന്ന എൻ്റെ പ്രിയ ചങ്ങാതിമാർ ദയവായി എൻ്റെ കടയിലെത്തുക. ജയശ്രീയൊക്കെ പലതവണ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചതിൻ്റെ ഒരു നേട്ടങ്ങളാണതൊക്കെ. അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ആശംസ അറിയിച്ചിരുന്നു. ഞാൻ 35 വർഷമായിട്ട് റാന്നിയിൽ സഭയുടെ ഒരാശ്രമത്തിൽ അവിവാഹിത പട്ടക്കാരനായിട്ട് താമസിക്കുന്നു. ബാക്കി എല്ലാവരും കുടുംബവും പശ്ചാത്തലങ്ങൾ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങൾ 4-5 അച്ഛന്മാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ചർച്ചിൻ്റെ ചുമതലയുണ്ട്. റാന്നി പട്ടണത്തിൽ തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി പറയും. ആ വഴി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പാല, മൂവാറ്റുപുഴ അല്ലെങ്കിൽ എരുമേലി ആ ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം. ശബരിമല, നിലയ്ക്കൽ, ഗവി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും എമർജൻസിയോ അല്ലാത്തതോ ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ടൗണിൽ തന്നെയാണ് താമസം. തീർച്ചയായിട്ടും ഞാൻ ഒരു ഷോയ്ക്ക് പറയുകയല്ല, ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം, വിളിക്കാം. സാധിക്കുന്ന സഹായങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യുവാൻ പറ്റും. അതിനുള്ള പരിചയങ്ങളുണ്ട് തീർച്ചയായിട്ടും. എൻ്റെ വീട് മേലിലെയാണ് എന്നുകൂടി. എൻ്റെ സഹോദരൻ, ഞങ്ങൾ ട്വിൻസ് ബ്രദറായിരുന്നു ജോസ്. അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ അദ്ദേഹവും എൻ്റെ കൂടെ കാണേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി അവസരം ഒരുക്കിയവരോടുള്ള നന്ദിയും പരിചയപ്പെടാൻ കഴിഞ്ഞവരോടുള്ള സ്നേഹവും ഹൃദയംഗമായി ബഹുമാനപ്പെട്ട ടീച്ചറിനോടുള്ള ആദരം വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും.